ഞാൻ പെട്ടു മാമ. എന്താന്നല്ലേ, എല്ലാവരും എന്നെ കാണുമ്പോൾ പറയും ഞാൻ തടിച്ചു തടിച്ചു എന്ന് പറയും. അപ്പം ഞാൻ വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ പറ്റാത്തൊരവസ്ഥയായി വന്നു ഗൈസ്. അപ്പോൾ നോമ്പുമാണ് വരുന്നത്. പിന്നെ പോരാത്തതിന് എൻ്റെ ഡ്രസ്സ് മുഴുവനും പെയിൻ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് കരുതി. വീട്ടിൽ കൂടി ഇടുന്ന കുറച്ച് ഡ്രസ്സുകൾ മേടിക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു കുട്ടി വ്ളോഗാണ്. അപ്പം ഞാൻ വിചാരിച്ചു പൂനൂർ പോയിട്ടോ താമരശ്ശേരി പോയിട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം ഉണ്ണിയപ്പം നിന്നാ ഉണ്ണിയപ്പാണോ നെയ്യപ്പാണോ എന്നറിയില്ല, നെയ്യപ്പാന്ന് തോന്നുന്നു. നെയ്യപ്പം നിന്നാ രണ്ടുണ്ട് കാര്യം എന്ന് പറയലില്ലേ. ഡ്രസ്സും എടുക്കാം, വീട്ടിലൊന്ന് കയറി ഡാഡിനെയും മമ്മിനെയും ഒന്ന് കാണുകയും ചെയ്യാം. അപ്പം അത് കരുതിയിട്ട് ഞാൻ വീട്ടിലോട്ടാണ് പോകുന്നത്. ഒരൊറ്റ കാര്യമുണ്ട്, നമ്മൾ ബസ്സിലാണ് പോണത്. ഇനി ബസ്സിൽ നടന്ന് 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 പടച്ചോനെ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ വിചാരിക്കും ഓഹോ ബസ് നിറങ്ങി നടന്നാലോ എന്ന്. അമ്മാതിരി പതിയെ ഉറുമ്പ് ചെയ്യുമ്പോലായി. കാരണം കൊയിലാണ്ടി താമരശ്ശേരി റൂട്ടിലുള്ള ബസ്സുകാർക്ക് ടൈമിങ് ഒരുപാടുണ്ട്. അപ്പോൾ 5 മിനിറ്റും 7 മിനിറ്റും ഒക്കെ ഓരോരോ ബസ് ഗ്യാപ്പ് ഉണ്ടാകുക. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് അങ്ങനെ നടന്നു പോയാൽ മതി. അപ്പോൾ ഈ വാഹനത്തിലൊക്കെ സ്പീഡിൽ പോയി ശീലിച്ച എനിക്കൊക്കെ എന്ന് വെച്ചാൽ എനിക്കിന്നില്ല ആർക്കാണെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടാവും. ഞാൻ എപ്പോഴും വിചാരിക്കും കൊയിലാണ്ടി താമരശ്ശേരി റൂട്ടിൽ ഒരു ലിമിറ്റഡ് എങ്ങാനും ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, രാവിലെ എങ്ങാണ്ട് ഒരു KSRTC എങ്ങാണ്ട് TT എങ്ങാനും പണ്ട് കാലത്ത് ഒരു ഈവനിങ് ഒരു ലിമിറ്റഡ് ഉണ്ടാവുമായിരുന്നു. ഞാൻ ചെറിയൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടീഷ്യൻ കോഴ്സ്. ആ സമയത്തൊക്കെ ഈവനിങ് ഈ ഒരു ബസ്സിന് മാത്രമായിരുന്നു ഞാൻ പോകുന്നത്. എന്നാൽ പിന്നെ കുറച്ച് നേരത്തെ എത്തും. അപ്പോൾ ഞാൻ ബസ്സിനാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ബസ് നടക്കുന്നൊരു കാര്യം വിചാരിച്ചിട്ട് പോകാനേ മടിയാവുക. എന്തായാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചു. അപ്പം ജസ്റ്റ് ഒന്ന് പോവാണ്. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ്. ഇന്നലെ ഞാൻ ഒരു ഷോപ്പ് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് മാറ്റി വെച്ചു. ഇന്ന് ഒരു ഡേ അതിനായിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പം അങ്ങോട്ട് പോകാൻ റെഡി ആവട്ടെ കേട്ടോ. അപ്പം ദേ പോവാൻ റെഡിയായി. ഞാൻ പറഞ്ഞല്ലോ ബസ്സിനാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് ഒരു 1/4 കിലോമീറ്റർ അല്ല 1/2 കിലോമീറ്റർ കഷ്ടിച്ച് നടക്കാനുണ്ട്. ഒരു 5 മിനിറ്റിൻ്റെ നടത്തം. പക്ഷെ നല്ല വെയിലാണ്. വെയിലിന് ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. മൈഗ്രേൺ കുറേ കാലമായി വരാതിരിക്കുന്നത്. എന്തായാലും വേണ്ടിയില്ല, കൊടയൊന്നും എടുക്കുന്നില്ല. മെല്ലെ പോകാൻ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ദേ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. വെയിലാണ്. ഇന്നലെയും ഞാൻ കുറച്ച് വെയിൽ കൊണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് വെയിൽ കൊള്ളാൻ പാടില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും വെയിൽ കൊണ്ടാൽ എന്താ സൂര്യൻ കറുത്തു പോകുമെന്ന്. ചിലപ്പോൾ കറുത്തു പോയാലോ, ഞാനും കറുത്തു പോയാലോ. അപ്പം അങ്ങനെയാണ്. എന്തോന്ന് പറയാം. ഗൈസ്, ഇന്നും ബസ്സിൽ കയറിയാൽ ആരെങ്കിലും സീറ്റ് ഒഴിഞ്ഞ് തരുമോ ആവോ. ഇല്ലാച്ചാൽ ഞാൻ സെലിബ്രിറ്റിയാണെന്ന് പറഞ്ഞു നോക്കും. എന്താ വെച്ചാൽ എൻ്റെ എനിമി പറഞ്ഞതായിരുന്നു ഞാൻ ബസ് കയറിയിട്ട് സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് എഴുന്നേൽപ്പിച്ചു ഞാൻ ഇരുന്നു എന്ന്. എന്തല്ലേ. അപ്പോൾ സെലിബ്രിറ്റിയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ചിലപ്പം എണീറ്റ് തരാൻ മതിയാവും. പറയാൻ പറ്റൂല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു 5 മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റ് നടക്കാനുണ്ട്. പിന്നെ ഏത് ബസ്സാണാവോ കിട്ടുക. ഞാൻ അറിയുന്നൊരു ബസ്സുകളും ഈ ഒരു ടൈമിനില്ല. പിന്നെ ഏതായാലും നടക്കുന്നതാവാതിരുന്നാൽ കൊള്ളാമായിരുന്നു. ഇവിടെയൊക്കെ നല്ല തണലുണ്ട് കേട്ടോ ഗൈസ്. ഇത് കനാൽ റോഡാണ്. ഇവിടെ കനാലാണ്. അപ്പോൾ സൈഡിലൊന്നും അങ്ങനെ മരങ്ങളില്ല. ഞാൻ 2 എണ്ണം വെച്ച് പിടിപ്പിച്ചൂടെ എന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാരോട് നിങ്ങൾ വന്നാൽ ഞാൻ മരം നട്ട് പിടിപ്പിക്കാമായിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് കോസ്റ്റ്യൂം? ഞാൻ ശോഭികയിൽ അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്
ഷോപ്പിങ്ങിൽ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ പുറകിൽ നടക്കല്ല, മുമ്പിൽ നടക്കും. മോനോടാ പറഞ്ഞ എൻ്റെ പുറകിൽ നടക്കട്ടെ, ക്യാമറയിൽ കുടുങ്ങണ്ട വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ട്രയൽ നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, ഒരു ജീൻസും ഒരു ടീഷർട്ടും എടുത്തിട്ടു. ഒരു വലിയ ഗുണമില്ലാത്തതെന്ന് വെച്ചാൽ ഒരു നോർമൽ ഡ്രസ്സ്. പക്ഷെ ആ ഡ്രസ്സ് വെച്ചിട്ട് ശോഭികയുള്ള ആ സ്റ്റാഫ് എന്നെ അളന്നു. കാരണം ഞാൻ കുറച്ച് നല്ല അല്ലെ നോർമൽ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ നോർമൽ സ്റ്റാർട്ടിങ് റേറ്റൊക്കെ ഒരു 2500 രൂപയൊക്കെ വരുമെന്ന്. കാരണം നമ്മളെ അടുത്ത് 5 പൈസ ഗതിയില്ലാത്തവരാണ് എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചു. അതിന് ശേഷം ഷോപ്പിങ്ങിന് പോകുമ്പോൾ മാത്രം ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടിട്ടേ പോവുള്ളൂ കേട്ടോ. നമ്മുടെ പിഷാരടി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പാർട്ടി വെയർ ഇട്ടിട്ട്, അതേപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു പാർട്ടി വെയർ ഇടാറ്. കാരണം നമ്മളെ ഡ്രസ്സ് വെച്ചിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അത് യവനെ ഞാൻ പിന്നെ അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമ്മളെ ഡ്രസ്സ് കൊണ്ട് നമ്മളെ വിലയിരുത്തും. ആർക്കെങ്കിലും റെൻറ്റിന് വീട് വേണമെങ്കിൽ ഈ കണ്ടോ, ഹൗസ് ഫോർ റെൻറ്റ്. എടോ ഒരു നിമിഷം മതി എടോ, ഒരു ലൈഫ് നശിച്ചു പോകാൻ ഒരു നിമിഷം മതി. ഇതേ ഈ കാണുന്നൊരു വീട് കണ്ടോ, എത്ര സന്തോഷത്തിൽ ഒരു കുടുംബം കഴിഞ്ഞു പോയൊരു വീടായിരുന്നു എന്നറിയാം. അത് ഒരു നിമിഷം കൊണ്ട് അത് ചിന്നിച്ചിതറി 4 വഴിക്ക് പോയി വീട് റെൻറ്റിന് കൊടുക്കുന്ന ഒരവസ്ഥയിൽ എന്താണെന്നല്ലേ. അവിടുത്തെ ലേഡി ഒരാളുടെ കൂടെ ഒളിച്ചോടി. അവിടുത്തെ ഇക്കാൻ്റെ വൈഫ്, അവൾ വേറെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചു ഓടി. ഐക്ക വേറെ കല്യാണം കഴിച്ചു, മക്കൾ ഐക്കാൻ്റെ കൂടെയാണ്. പിന്നെ അവളുടെ പടം നോക്കിപ്പോയി, അവർ വീട് വിറ്റുപോയി. എല്ലാവരും എത്ര പെട്ടെന്ന് ഒരു കുടുംബം തകരുന്നതെന്ന് വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ആരുടെയും കുടുംബം നശിക്കാതിരിക്കട്ടെ. വല്ലാത്ത നമുക്ക് കണ്ടും കേട്ടും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. എത്ര ഹാപ്പിയോടുകൂടെ കഴിഞ്ഞതാ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് കയറി വന്നാൽ അവിടെ തീർന്ന് നമ്മുടെ ജീവിതം. അപ്പോൾ ആർക്കെങ്കിലും റെൻറ്റിന് വേണമെങ്കിൽ നമ്പർ അതിൽ കണ്ടു എന്ന് വിചാരിക്കുന്നു, വിളിച്ചു നോക്കേണ്ടി. ഓക്കെ, അപ്പോൾ ബസ് സ്റ്റോപ്പിലെത്താനായി ഞാൻ മെല്ലെ കട്ടിയിട്ട് എനിക്ക് വയ്യ വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. കുട എടുത്ത് കൈ പിടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഈ കാലം കുടയും കൊണ്ട് ബസ്സിൽ കയറിയ ഒരവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയായി. വീട്ടിലാടെ ചെറിയ നിങ്ങൾക്കില്ലായിരുന്നു ചെറിയ കുട, പിള്ളേർക്ക് രണ്ടാക്കും ചെറിയ കുട ഉണ്ടായി. മറ്റേതൊക്കെ വണ്ടിയിലേക്ക് വേണ്ടിയിട്ട് വലിയ കുട ഉണ്ടല്ലോ, അതാ മേടിക്കുക. അപ്പോൾ അതും കൊണ്ട് ബസ്സിൽ കയറിയാൽ ഞാൻ മഴയുള്ള സമയത്ത് അതും കൊണ്ടാട്ടോ പോലെ. പക്ഷേ നല്ല രസമാണ് ബസ് കയറുന്നതിലൊക്കെ നോക്കും, മറ്റേ വയസ്സന്മാരെ മാതിരി കാലം കുടയും കൊണ്ട് കയറിയാൽ. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തിനാ ഷെയ്മേഡായിട്ട് തോന്നുന്നത് ഉള്ളതുകൊണ്ട് ഞാൻ കാര്യമാക്കല്ല. ഞാൻ മറ്റുള്ളവരുടെ കാര്യം നോക്കിയിട്ടല്ലല്ലോ ജീവിക്കല്ലേ. അപ്പോൾ ബസ് സ്റ്റോപ്പിലെത്താനായി ഒരു വെയിലും പോണൊരു ബസ്. ഏതാടാ, ഏതൊരു ഒരു ബസ്. അർഷിതയാ? അർഷിത അല്ല, ഏത് കേട്ടില്ല. ആകാശാണോ ഭൂമിയാണോ എന്നറിയില്ല, ഒരു ബസ് പോയി. അപ്പോൾ അടുത്ത ബസ്സിന് കയറാം. ഓക്കെ, ടാറ്റാ. ബസ് കയറി, സീറ്റ് ആവശ്യത്തിലധികമുണ്ട്. ആരോടും പറയേണ്ടി വന്നില്ല സെലിബ്രിറ്റിയാണെന്ന്. ആരില്ല ബസ്സിൽ, കിച്ചൻ്റെ സമയമായതുകൊണ്ട്.
ചെറിയ കയ്യില്ല. കൂട്ടാമല്ലോ. ആദ്യം കയറിയ ഷോപ്പിൽ ഇല്ല, പിന്നെ കയറിയ ഷോപ്പിൽ നിന്ന് 3 എണ്ണം മേടിച്ച്, അല്ല 4 എണ്ണം മേടിച്ച്, പിന്നെ കയറിയ ഷോപ്പിൽ നിന്ന് 3 എണ്ണം മേടിച്ച്, മൊത്തം 7 എണ്ണം എടുത്തു. എണ്ണം എടുത്തു. വീട്ടിൽ പോവാണ്. വീട്ടിലൊന്ന് പോകണം, ഫുഡ് കഴിക്കണം. ചോറ് തിന്നാണ്. നാളെ ഉച്ചക്കുണ്ടാക്കും പാപ്പി. നാളെ ഉച്ചക്കുണ്ടാക്കും ചോറും മറ്റേ ഉള്ളിത്തണ്ട് ഉപ്പേരിയും ചിക്കൻ പൊരിച്ചതും. ചിക്കൻ കറിയാണ്, കറി മാത്രമേ എടുത്തില്ല, ചിക്കൻ എനിക്ക് വേണ്ട. പിന്നെ അച്ചാർ. വാങ്ങിയത് 1 ഇതാണ്, 2 ഇതാണ്, 3 ഇതാണ്, 4 ഇതാണ്, 5 6 അയ്യോ ബാക്കിലെന്തോ ഉണ്ട്, താട്ടൊക്കെ കൊടുക്കണം. 7 ഇതാണ്. പക്ഷെ ഇതൊന്ന് അങ്ങോട്ട് തിരിച്ച് റിട്ടേൺ കൊടുക്കണം. ഇതിൻ്റെ പുറകിലെന്തുണ്ട്. ഇവിടുന്ന് ഏതായാലും നോക്കിയ നന്നായിക്ക്. അഞ്ച് മാറ് മാറ്. അതിപ്രയത്നമായിട്ടുള്ള കഠിനമായ സാഹസികമായിട്ടുള്ള ഇതുകൊണ്ട് കുറ്റിച്ചക്ക എന്നും ആത്തച്ചക്ക എന്നൊക്കെ പറയാറുണ്ട്. അത് കിട്ടി ഗൈസ്. കണ്ണും പോയി, മുക്കും പോയി, തലയും പോയി. ഓക്കെ. മമ്മി ഉപ്പിലിട്ടതാണ് മാങ്ങ. ഇത് ഇവിടുത്തെ തന്നെ മാങ്ങ. ഒന്ന് എടുത്ത് തരുമോ? ഇവിടുത്തെ സ്വന്തം മാങ്ങ. മറ്റേ ഏതൊരു സിനിമയിൽ മുടി കെട്ടിയ ചൂടെടുത്തിട്ട് മുടി കെട്ടിയതാ. എൻ്റെ പൊന്നാല ഗൈസ്. ഇത് കൊടുക്കാം. ഒരു രക്ഷയില്ല. പോ, ഇത് വേണ്ട. ഇതെങ്ങനെ മുളകിത്? അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് അങ്ങനെ തന്നെ ഇങ്ങനെ ഒന്ന് എത്തി ഇങ്ങനെ ഒന്ന് കണ്ണെന്ന് വെള്ളം വന്നു. ഇത് 2 മക്കളും കറും മുറുന്ന് ചെല്ലി തിന്നു. ഒരു ഭാവഭേദവും ഇല്ലാണ്ട്. വീട്ടിലോട്ട് പോവാണ്. വേറെയാണ്. ആ സൈഡിൽ വേറെ, ഈ സൈഡിൽ വേറെ. ബസ് സ്റ്റോപ്പിലേക്ക് വാക്കി
ഓട്ടോറിക്ഷയിലായിരിക്കും തരും. അങ്ങനെ ബസ് ഇറങ്ങി വീട്ടിലോട്ട് നടക്കുകയാണ്. ഒട്ടുക്കമലത്തെ സ്പീഡായില്ലേ മോനെ, ഒരു രക്ഷയില്ലായി മക്കളെ. സുൽത്താന ബസ്സിലായി വന്ന് ബസ് എവിടെയോ ബ്ലോക്ക് കുടുങ്ങിക്കാൻ ടൈമില്ലാണ്ട് ടൈറ്റ് ലോഡുമായിട്ട് എഡ്ജാതി സ്പീഡിലാവും പോകണമെന്നറിയോ. ഓനെ സമ്മതിക്കണം. ഏതായാലും ഡ്രൈവർ പൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി സുൽത്താനൻ്റെ സമയം നോക്കിയിട്ട് കയറണം മക്കളെ, ഒരു രക്ഷയില്ലാത്ത ബസ്സാണ്. അപ്പം വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കട്ടെ ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി മേല് കൈകി ഫ്രഷായി. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാക്കിയ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി കേട്ടോ. ടാറ്റാ.